കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഒടുവിൽ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം രാഹുലിനെതിരെ ആദ്യ പീഡന പരാതി മാസങ്ങൾക്ക് മുൻപേ വന്നിരുന്നു. ആ സമയത്ത് തന്നെ രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർട്ടി പുറത്താക്കിയിരുന്നു. എന്നാൽ രാഹുലിനെതിരെയുള്ള പീഡന കേസുകളിൽ നിയമ നടപടികൾ എങ്ങും എത്താതെ നിൽക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പുതിയ പീഡന പരാതിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായത്. എന്നാൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ പ്രതിപക്ഷ നേതാവ് BD സതീശൻ അന്ന് സ്വീകരിച്ച കർക്കശമായ നിലപാട് എത്രത്തോളം ശരിയായിരുന്നുവെന്ന് വീണ്ടും ചർച്ചയാവുകയാണ്. പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ സതീശന്റെ നിലപാടുകൾക്ക് അടിവരയിടുന്നതാണ് ഇന്നത്തെ അറസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്നവരെ സംരക്ഷിക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്ന VD സതീശനും കോൺഗ്രസ് പാർട്ടിയും. കുറ്റവാളികളെ വെള്ളപൂശുന്ന രീതി കോൺഗ്രസിന്റേതല്ലെന്ന് അദ്ദേഹം അന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. ആ ദീർഘവീക്ഷണമാണ് ഇന്ന് രാഹുലിന്റെ അറസ്റ്റിലൂടെ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. സിനിമയെ വെല്ലുന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് രാഹുലിനെ പോലീസ് വലയിലാക്കിയത്. വിദേശത്തുള്ള യുവതി മുഖ്യമന്ത്രിക്ക് അയച്ച ഹൃദയഭേദകമായ സന്ദേശമാണ് അറസ്റ്റിലേക്ക് നയിച്ച നിർണായക തെളിവ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ക്രൂരമായ പീഡനങ്ങളും നിർബന്ധിത ഗർഭചിത്രവും ഭീഷണികളും നിറഞ്ഞതായിരുന്നു ആ സന്ദേശം എന്നാണ് പുറത്തുവരുന്ന വിവരം. DIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായി നീങ്ങിയ പോലീസ് സംഘം രാത്രിയിൽ പാലക്കാട്ടെ ഹോട്ടലിൽ വെച്ചാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. വിവരം ചോരാതിരിക്കാൻ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥരെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത് എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വെറും ഒരു ആരോപണമല്ല, മറിച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക, സാമ്പത്തികമായി ചൂഷണം ചെയ്യുക, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക തുടങ്ങിയ പരാതികളിൽ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് കടന്നത്. പത്തനംതിട്ട AR ക്യാമ്പിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. MLA എന്ന പദവി ദുരുപയോഗം ചെയ്ത നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. രാഹുലിനെ ഇപ്പോൾ 14 ദിവസത്തേക്ക് പത്തനംതിട്ട ജില്ലാ കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടായിരുന്നു കോടതി നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് രാഹുലിന്റെ അറസ്റ്റ് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ രാഹുലിനെ നേരത്തെ തന്നെ പുറത്താക്കിയ കോൺഗ്രസ് നടപടി പാർട്ടിക്ക് ഇപ്പോൾ ഒരു കവചമായി മാറിയിരിക്കുകയാണ്. കുറ്റവാളികളെ കൂടെ നിർത്തില്ലെന്ന സതീശന്റെയും KPCCയുടെയും കർക്കശ നിലപാട് കാരണമാണ് ഇന്ന് UDFന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത്. ഒരു ജനപ്രതിനിധി ഇത്രയും ക്രൂരമായ കേസുകളിൽ പ്രതിയാകുന്നത് കേരള രാഷ്ട്രീയത്തിന് തന്നെ വലിയ നാണക്കേടാണ്. ഈ സാഹചര്യത്തിൽ അത്തരം തിരുത്തൽ നടപടികൾക്ക് സതീശൻ കാണിച്ച വേഗത ഇന്ന് വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുന്നു. നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ അധികാരം ആരെയും എന്തിൽ നിന്നും സംരക്ഷിക്കില്ലെന്ന വലിയ പാഠമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് നൽകുന്നത്. VD സതീശൻ തുടക്കത്തിലെ എടുത്ത കടുത്ത നിലപാട് ഇന്ന് രാഷ്ട്രീയ സത്യസന്ധതയുടെ വിജയമായി തന്നെ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യവും ഇതോടെ ശക്തമാവുകയാണ്. കോൺഗ്രസ് പ്രസ്ഥാനം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമാണ്. വ്യക്തികളെക്കാൾ വലുതാണ് പ്രസ്ഥാനമെന്നും തെറ്റായ പ്രവണതകളെ പാർട്ടി വെച്ചു പൊറിപ്പിക്കില്ലെന്നും വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നതായിരുന്നു തുടക്കം മുതൽ കോൺഗ്രസ് എടുത്ത ലൈൻ. ഇപ്പോൾ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുലിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വെക്കുന്നത്. വിദേശത്തുള്ള യുവതി നൽകിയ മൊഴിയുടെയും മറ്റ് ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് അതിൽ ഒരിക്കലും രാഷ്ട്രീയമായി ഇടപെടാൻ ശ്രമിച്ചില്ല. പകരം കുറ്റവാളിയെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വീഴ്ചകളെ പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോലും പലരും ശ്രമിച്ചു. എന്നാൽ KPCCയും VD സതീശനും അത് അനുവദിച്ചില്ല. മാസങ്ങൾക്ക് മുൻപേ രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടിയുടെ അച്ചടക്കവും ധാർമ്മികതയും കാത്തുസൂക്ഷിക്കാനാണ്.
രാഹുലിന്റെ അറസ്റ്റിലൂടെ ആ അധ്യായം പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. അധികാരത്തിലിരുന്നു കൊണ്ട് പ്രതികളെ സംരക്ഷിക്കുന്ന ഇടത് ശൈലിയല്ല, മറിച്ച് തെറ്റ് ചെയ്തവനെ പടിക്ക് പുറത്താക്കുന്ന കോൺഗ്രസ് ശൈലിയാണ് ഇവിടെ വിജയിച്ചത്. അധികാരവും പദവിയും ആരെയും എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഒരു ഘട്ടത്തിൽ എല്ലാവരും പിന്തുണയ്ക്കാനുണ്ടെന്ന് കരുതിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാർട്ടിക്കും മുന്നണിക്കും പുറത്താണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. തെറ്റു ചെയ്തവർ അത് എത്ര വലിയ ഉന്നതരായാലും ശിക്ഷിക്കപ്പെടണം എന്ന നീതി നടപ്പിലാകട്ടെ.